ഹായ് ഓൾ, എഡ്ഡി ഹോപ്പിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് +1 ഫിസിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് രണ്ടും കൂടെ എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് സാധാരണ കേസിൽ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ചു. അതിനുശേഷം ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ 5 പോയിന്റ്. അപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അകത്ത് തന്നെ 5 പോയിന്റ് ഉണ്ട്. കൈനറ്റിക് ഫ്രിക്ഷനകത്തോടെ 5 പോയിന്റ് വരുമ്പോൾ മാക്സിമം 10 പോയിന്റ് ആണ് നമുക്ക് വരുന്നത്. ആ 10 പോയിന്റ് നമുക്ക് എങ്ങനെ ഷോർട്ട് കട്ടായിട്ടുള്ള രീതി പഠിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനോ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനോ പഠിച്ചാൽ നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി. ഒന്നുകിൽ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിക്കുക, അല്ലെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ പഠിക്കുക. അടുത്തത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോക്കുന്നു. എന്താണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 5 പോയിന്റുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ്, ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ദ ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ഓർക്കുക. ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, Fs ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. N എന്ന് പറയുന്നതാണ് നോർമൽ റിയാക്ഷൻ. ചില ടെക്സ്റ്റിൽ R എന്നും പറഞ്ഞാണ്, ക്യാപിറ്റൽ ലെറ്റർ R ആണ് നോർമൽ റിയാക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാണേലും പ്രശ്നമില്ല. അപ്പോൾ Fs ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ Fs ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. Fs എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ? ദ ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നോ പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ്. ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഡയറക്ഷൻ. ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ്. ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആണോ കാണിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഡയറക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, the force of static friction is parallel to the surface in contact. Force of static friction എന്തിന് പാരലൽ ആണ്? ബോഡി എവിടെയാണോ ഇരിക്കുന്നത് ആ സർഫസിന് പാരലൽ ആണ്. അതായത് ബോഡി സർഫസിൽ ഇരിക്കുമ്പോൾ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അതിന് പാരലൽ ആണ് ആര്? ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് പാരലൽ ടു ദ സർഫസ് ഇൻ കോണ്ടാക്ട്. നാലാമത്തെ പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും യൂസ് ചെയ്യാം. ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. എന്തിന് ഇൻഡിപെൻഡന്റ് ആണ്? എത്രമാത്രം ഏരിയയിൽ കോണ്ടാക്ട് വന്നു ബോഡിക്ക്, അതുമായി യാതൊരു ബന്ധവുമില്ല ആർക്ക്? ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. അഞ്ചാമത്തെ പോയിന്റ്, the force of static friction depends on the nature of surface in contact. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സർഫസിന്റെ നേച്ചറിനെ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 5 പോയിന്റ് ആയി. അപ്പൊ ഏതൊക്കെ 5 പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ്, ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. 2, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ്. മൂന്നാമത്തെ പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് പാരലൽ ടു ദ സർഫസ് ഇൻ കോണ്ടാക്ട്. നാലാമത്തെ പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. അഞ്ചാമത്തെ പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്. 5 പോയിന്റ് ആയി. ഇനി എങ്ങനെ ഇതിനകത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ചെയ്യാൻ പറ്റും? ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിക് ഫ്രിക്ഷനോ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനോ കാണുന്നിടത്തെല്ലാം കൈനറ്റിക് ഫ്രിക്ഷൻ ആഡ് ചെയ്താൽ മതി. സ്റ്റാറ്റിക് ഫ്രിക്ഷനോ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനോ കാണുന്നിടത്തെല്ലാം കൈനറ്റിക് ഫ്രിക്ഷൻ ഇട്ട് കൊടുത്താൽ മതി. നോക്കാം, ഒന്നാമത്തെ ലോ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷന്റെ ഒന്നാമത്തെ ലോ, ദ ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറി ആരാവണം? കൈനറ്റിക് ഫ്രിക്ഷൻ. ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരുമെന്നേ ഉള്ളൂ? ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അവിടെ എന്ത് മാറ്റണം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറ്റി എന്ത് കൊടുക്കണം?
KF, kinetic friction എന്ന് വായിച്ചോണം. Kinetic friction. The force of kinetic friction is opposite to the direction in which the body tends to move കൊടുക്കണ്ട, body move, in which the body move, tends to കൊടുക്കണ്ട, body move എന്ന് കൊടുത്താൽ മതി. കാരണം body tends to move അല്ല, body move ചെയ്യും. കൈനറ്റിക് ആകുമ്പോൾ ബോഡി മോഷനിലായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി മൂവ്. ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷന്റെ ഡയറക്ഷൻ. അടുത്ത പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറ്റി എന്ത് കൊടുക്കണം? കൈനറ്റിക് ഫ്രിക്ഷൻ. ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് പാരലൽ ടു ദ സർഫസ് ഇൻ കോണ്ടാക്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ, ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് പാരലൽ ടു ദ സർഫസ് ഇൻ കോണ്ടാക്ട്. ഏത് സർഫസിലാണോ കോണ്ടാക്റ്റിൽ വരുന്നത് അതിന് പാരലൽ ആയിരിക്കും ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും. നാലാമത്തെ പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ആയിരുന്നു. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറ്റി എന്ത് കൊടുക്കണം? കൈനറ്റിക് ഫ്രിക്ഷൻ. മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനോ മാക്സിമം കൈനറ്റിക് ഫ്രിക്ഷനോ കൊടുക്കണ്ട, ഡയറക്റ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നോ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നോ കൊടുത്താൽ മതി. ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഏത് ഏരിയയിലാണോ, എത്രമാത്രം ഏരിയയിലാണോ കോണ്ടാക്റ്റിൽ വരുന്നത് അതുമായി യാതൊരു ബന്ധവുമില്ല ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും. അടുത്തത്, ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറ്റി എന്ത് കൊടുക്കണം? കൈനറ്റിക് ഫ്രിക്ഷൻ. ദ ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സർഫസ് ഇൻ കോണ്ടാക്ട്. സോ 5 5 10 പോയിന്റ്. അപ്പം 2 കാര്യങ്ങൾ പഠിക്കുന്നു നമ്മൾ ഇതിനകത്ത്. 5 പോയിന്റ് വെച്ചിട്ട് 10ലേക്ക് നമ്മൾ എന്ത് ചെയ്ത് പോവുമായിരുന്നു? ഡിറൈവ് ചെയ്ത് പോകുമായിരുന്നു. അതായത് ആദ്യം 5 പോയിന്റ് ഏതെങ്കിലും പഠിച്ചാൽ മതി. ഒന്നുകിൽ കൈനറ്റിക് ഫ്രിക്ഷൻ പഠിക്കുക അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിക്കുക. ശേഷം ബാക്കി നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളിടത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഉള്ളിടത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ 5 5 10 പോയിന്റ് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കുക, സിമ്പിൾ സാധനമാണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏതെങ്കിലും 4 പോയിന്റ്, രണ്ടിനകത്തു നിന്നും ഏതെങ്കിലും 4 പോയിന്റ് ചോദിക്കാം. ഇനി രണ്ടും കൂടെയാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ 3 to 4 മാർക്സ് ആയിരിക്കും. അപ്പൊ രണ്ടും കൂടെ സാധാരണ ചോദിക്കാറില്ല. ഒന്നെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിക്കും, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ചോദിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനോ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനോ ചോദിക്കാം. അത് സിമ്പിൾ ആണ്, അതും 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ രണ്ടാമത്തേത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. നെക്സ്റ്റ് വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, താങ്ക് യു.